ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അശ്വിക തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച അത് തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസായി സൂക്ഷിക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ട് പ്രവീൺ കുമാർ രോഷാകുലനായി. തുടർന്ന് പ്രവീൺ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി വാക്കുതർക്കത്തിലേർപ്പെട്ടു. തർക്കത്തിനൊടുവിൽ പേനക്കത്തി ഉപയോഗിച്ച് പ്രവീൺ അശ്വികയുടെ കഴുത്തിൽ കുത്തി. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 26-കാരൻ വീട്ടിൽ കയറി കഴുത്തിൽ കത്തി കുത്തിയിറക്കി ഇല്ലാതെയാക്കിയിരിക്കുന്നു അങ്ങ് പൊള്ളാച്ചിയിൽ. എന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു മലയാളി പെൺകുട്ടിക്കാണ്. ഒരു തമിഴൻ നമ്മുടെ ഒരു മലയാളി പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തിയിറക്കി. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രണയത്തിലായിരുന്നു രണ്ടുപേരുടെയും വീട്ടുകാർ ചേർന്ന് കല്യാണം ഉറപ്പിച്ചിരുന്നു. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി മനസ്സിലാക്കുന്നു ഇവന് മുഴുത്ത വട്ടാണ്. ആ ഒരു പെൺകുട്ടിക്ക് എങ്ങോട്ടും തിരിയാൻ വയ്യ. കൂട്ടുകാരുമായിട്ടുള്ളൊരു ഫോട്ടോ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വയ്യ. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവന്റെ ഭാഗത്തുനിന്ന് ചൊറിച്ചിൽ. ഈ ഒരു പരിപാടി കാരണം ആ ഒരു കല്യാണം വേണ്ട, അവനെ എനിക്ക് വേണ്ട എന്ന് ആ പെൺകുട്ടി പറയുന്നു. ഇതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി അവൻ ആ പെൺകുട്ടിയെ ഇല്ലാതെയാക്കി. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പറ്റുമെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണാൻ ഒരു 19-നും 27-നും ഇടയിൽ പ്രായമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും, അല്ലെങ്കിൽ ആ ഒരു ഏജ് പ്രായത്തിലുള്ള ആളുകളുടെ മാതാപിതാക്കന്മാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇച്ചിരി പ്രായമുള്ള, പ്രത്യേകിച്ച് ഒരു 26-27 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ തീരെ പൊടിപ്പിള്ളാര്, പ്രത്യേകിച്ച് ഒരു 18-നും 19-ഉം ആ ഒരു ഏജിലുള്ള കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ഒന്നും ആലോചിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ആൺകുട്ടികളെയും, ഈ ഒരു പ്രായത്തിലുള്ള 27-26 വയസ്സിൽ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതികൾ കാണും. അവർ ആ ഒരു ഏജ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആ ഒരു പ്രായത്തിൽ കൂട്ടുകാരുമായി കറങ്ങി നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, പ്രത്യേകിച്ച് ഇവരെ ഇപ്പോൾ ഈ ഒരു 18-ഉം 19-ഉം പ്രായത്തിലുള്ള കുട്ടികളെക്കാട്ടിലും മുമ്പത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മുമ്പേ വന്ന് ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞു വന്നവരായതുകൊണ്ട് തന്നെ തനിക്ക് വരുന്ന ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെയുള്ള പരിപാടിയിലൊന്നും പോയി വീഴാത്തൊരുത്തി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഭരിക്കാനും പിടിക്കാനും ഒക്കെ ചെല്ലും. അങ്ങനെ പോകുന്നവന്മാരെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് തെറി പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ ഒരു 10-26 വയസ്സുള്ളവന്മാർക്ക് പറ്റുമെങ്കിൽ ഒരു 21 വയസ്സിന് മേപ്പോട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ കോളേജിൽ പഠിക്കുന്നവരെയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അവളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ ഇടുന്ന, അല്ലെങ്കിൽ കൂട്ടുകാരനുമായിട്ട് ഇടുന്ന ഫോട്ടോ ഈ 26-കാരനും 27-കാരനും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവൻ ചിലപ്പോൾ അത് വേറെ കണ്ണിൽ കൂടെ കാണും. ഓക്കെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഈ കൂട്ടുകാരി, ഇതുപോലൊരു കൂട്ടുകാരി, പക്ഷെ അവളെ ഞാൻ വേറെ രീതിയിലൊക്കെ കണ്ടു, മനസ്സിലായില്ലേ? ആ ഒരു സാധനം ഇവിടെ ട്രിഗർ ആവും. അതുകൊണ്ട് തന്നെ ആ പെൺകൊച്ചിനോട് ചൂടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. പിന്നെ എല്ലായിടത്തും ഒന്നും ഈ പ്രശ്നമൊന്നും ഇല്ലേ? ഒരുപാട് ഏജ് ഗ്യാപ്പിലൊക്കെ കല്യാണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും മിണ്ടാതെ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. ചില സാഹചര്യങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ചില ആളുകളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ കാണില്ല. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇവിടെ പോയിരിക്കുകയാണ്. അതായത് പറ്റാത്തൊരുത്തം വന്ന് കയറി ലൈഫിലേക്ക്. എന്തായാലും നമുക്ക് ഈ വാർത്തയും ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പൊള്ളാച്ചിയിൽ പ്രണയം നിരസിച്ച മലയാളി വിദ്യാർത്ഥിനിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പൊന്മുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി 19-കാരിയായ അശ്വികയാണ് കൊല്ലപ്പെട്ടത്. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശി പ്രവീൺ കുമാറാണ് കൊല നടത്തിയത്. കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി. പെൺകുട്ടിയുടെ വീടിന് സമീപത്തായി 5 വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു. ഈ സമയത്ത് പ്രവീൺ പെൺകുട്ടിയുമായി പരിചയത്തിലായി. പിന്നീട് അണ്ണാനഗറിലേക്ക് താമസം മാറിയ പ്രവീൺ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. സംഭവത്തിന്റെ തലേ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കളുമൊത്തുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഇത് പ്രവീൺ കണ്ടു. ഇതേ തുടർന്ന് പ്രകോപിതനായ ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ പ്രതി വീട്ടിൽ അതിക്രമിച്ച് കയറി അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മറുനാടൻ എക്സ്ക്ലൂസീവിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ബാക്കി 1-2 മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിലൊക്കെ വന്നു, പക്ഷെ അവിടെ ഒന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. കുറച്ചുകൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ എനിക്കൊരു സംശയം വന്നു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ. അത് വേറൊന്നുമല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ വാർത്ത വായിക്കുന്ന അദ്ദേഹം പറയുന്നത്, അതായത് ഈ ഒരു സംഭവം, ഈ ഒരു പെൺകുട്ടിയെ അവനെ ഉപദ്രവിക്കുന്നതിൻ്റെ തലേ ദിവസം ആ ഒരു പെൺകുട്ടി അവളുടെ ഏതൊക്കെയോ സുഹൃത്തുക്കളുമായിട്ട് ഫോട്ടോ ഇട്ടു. അത് കണ്ട് പ്രകോപിതനായിട്ടാണ് ഇവൻ അടുത്ത ദിവസം ചെന്ന് ഈ ഒരു പരിപാടി ചെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, വ്യക്തമായിട്ട് കേട്ടല്ലോ. ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. നമുക്കിനി അടുത്ത ക്ലിപ്പ് ഒന്ന് കാണാം.
കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രവീൺ കുമാർ വെസ്റ്റ് പോലീസിൽ കീഴടങ്ങിയായിരുന്നു. മൃതദേഹം സർക്കാർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബാക്കി പൊള്ളാച്ചി വടുകപ്പാളയത്താണ് സംഭവം. മലയാളി വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ കയറി യുവാവ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പൊന്മുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണന്റെ മകൾ 19-കാരിയായ അശ്വികയാണ് കൊല്ലപ്പെട്ടത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട അശ്വിക. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് പ്രവീൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത്. നേരത്തെ പ്രവീൺ കുടുംബത്തോടൊപ്പം വടുകപ്പാളയത്തിൽ താമസിച്ചിരുന്നു. അവിടെ വെച്ച് 2 വർഷം മുമ്പ് അശ്വികയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം അവര് 2 വർഷം പ്രണയത്തിലായിരുന്നു. അതിനുശേഷം വീട്ടുകാർ തന്നെ ഇവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ എന്തായാലും അവൻ ഈ പരിപാടി ചെയ്തിട്ട് ഒളിച്ചോടാനൊന്നും നിന്നില്ല, എങ്ങും ഓടിപ്പോയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. കാരണം എങ്ങും ഓടിയിട്ടും കാര്യമില്ല, പോലീസുകാർ പൊക്കും. അത്രയ്ക്ക് നല്ല പരിപാടിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ വീട്ടുകാർക്കും ഒക്കെ അറിയാം. ഇവന്റെ ഈ ചൊറിച്ചിൽ വീട്ടുകാരും ഒക്കെ കണ്ടുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, ബാക്കിയുള്ള വീഡിയോയിലും ക്ലിപ്പിലും ഒക്കെ അത് വ്യക്തമാണ്. ഞാൻ നിങ്ങൾക്ക് അതും കൂടെ കേൾപ്പിച്ചു തരാം. അതായത് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ ഇവൻ ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു. ഫോട്ടോ ഇടാൻ പാടില്ല, അതിടാൻ പാടില്ല എന്നിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് എന്ന് പറയുന്നു. അവൾ അവരുമായിട്ടും ഇവരുമായിട്ടൊക്കെ ഫോട്ടോ ഇടുന്നു. ഇതൊക്കെ കണ്ടപ്പോഴേ വീട്ടുകാർക്ക് മനസ്സിലായി ഇവൻ സംശയരോഗിയാണ്, തട്ടിക്കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ വീട്ടുകാരും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എങ്ങനെ കറങ്ങിയാണെങ്കിലും ഇവന്റെ നെഞ്ചത്ത് ചെല്ലും. അതുകൊണ്ട് തന്നെ കീഴടങ്ങാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കുന്നവന്മാരോടാണ് എടാ മനസ്സിലായി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് നിന്റെ ഒരു രീതിയിൽ നീ നോക്കിയപ്പോഴത്തേക്ക് അവളിങ്ങനെ നടക്കുന്നു, അതിന് എന്തെങ്കിലും ഓവറായി പോകുമോ, നീ വേറെ രീതിയിലേക്ക് പോകുമോ എന്ന് പേടിച്ചായിരിക്കും നീ ചിലപ്പോൾ ഇവളെ ഇങ്ങനെ പിടുത്തോ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടന്നത്. അവക്കത് ഇഷ്ടപ്പെട്ടില്ല, അവക്കിനി അത് ഇഷ്ടപ്പെട്ടില്ല, അവക്കത് വേണ്ടാന്ന് തോന്നിയെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നീ പോണമായിരുന്നു. നീ പിന്നെ എന്തിനാണ് അവളുടെ പുറകെ മണപ്പിച്ച് നടക്കാൻ ചെന്നത്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. എന്തിന്? ഒരാൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കളയണം, പോട്ടെ പുല്ലെന്ന് പറയണം. അല്ലാതെ വീണ്ടും അവളുടെ പുറകെ പോയി അവൾ ആരുടെ കൂടെയൊക്കെയോ ഫോട്ടോ ഇട്ട് അവളുടെ ഇതിപ്പം ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അവൾ ആരുടെ കൂടെയൊക്കെയോ നിങ്ങൾ കേട്ടല്ലോ ഫോട്ടോ ഇട്ടപ്പം അടുത്ത ദിവസം പോയി ഇവൻ ചെയ്തതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിന് വേറൊരു കഥ കൂടെ വരുന്നുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. തുടർന്ന് ഇരുവരുടെയും വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്താനും തീരുമാനിച്ചിരുന്നു. എന്നാൽ അശ്വിക ആൺകുട്ടികളുമായി അടുത്തിടപഴകുന്നത് പ്രവീണിന് ഇഷ്ടമായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു. കോളേജ് സുഹൃത്തുക്കളുമൊത്തുള്ള ഫോട്ടോകൾ അശ്വിക വാട്സ്ആപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രവീൺ അശ്വികയെ ഉപദേശിച്ചു. എന്നാൽ പെൺകുട്ടി അതിന് തയ്യാറായില്ല. ഞാൻ ഈ ഒരു കേസാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അതായത് ആ പെൺകുട്ടിക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതൊന്നും വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല, മനസ്സിലായില്ലേ? ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു കാലത്ത് ചിലപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളായിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ആ പയ്യൻ കുറച്ചും കൂടെ ബാക്കിലോട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ജനിച്ചൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവന്റെ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അവൻ കണ്ടു വളർന്നത് എന്തായിരിക്കും, ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു പെൺകുട്ടി, അവളെ ചിലപ്പോൾ വേറെ രീതിയിൽ ആൾക്കാരെല്ലാം കാണും, ചിലപ്പോൾ അവൾ വേറെ രീതിയിലായിരിക്കാം, ഇങ്ങനെയുള്ള സാധനത്തിലൂടെയൊക്കെ ആയിരിക്കും അവൻ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ സ്വന്തം കല്യാണം കഴിച്ച് ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ അവന് പൊട്ടും, അവൻ അതും പറഞ്ഞ് ചൊറിയാൻ ചെല്ലും. മനസ്സിലായില്ലേ? ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ ഇതൊക്കെ നമുക്ക് ഓരോ പാഠങ്ങളാണ്. ഇതൊക്കെ നമ്മളെല്ലാവരും തലയിൽ ഒന്ന് വെച്ചേക്കുക. നമ്മളൊരാൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നാളെ ഇത് വേറൊരു പ്രശ്നമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ സംഭവിക്കും. മനസ്സിലായില്ലേ? എന്തായാലും ബാക്കി നിങ്ങളൊന്ന് കേൾക്ക്. മാത്രമല്ല പോസ്റ്റ് ചെയ്യുന്നത് തുടരുകയും ചെയ്തു. 2 മാസം മുൻപ് പെൺകുട്ടി അടുത്ത ബന്ധുവുമായെത്തുള്ള ചിത്രം സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രവീൺ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞു. എന്നാൽ മകളെ സംശയിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കിയ മാതാപിതാക്കൾ പ്രവീണിനോട് ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 2 മാസം മുമ്പ് ആ ബന്ധം അവസാനിപ്പിച്ചു. ആ വീട്ടുകാർ ചെയ്ത നല്ലൊരു കാര്യം, അവർക്ക് മനസ്സിലായി ഇവൻ ഇത് കണക്ക് ഇങ്ങനെ പുറകെ പോവും, ചൊറിയും, കല്യാണം കഴിഞ്ഞാൽ ഈ പെണ്ണിന് സമാധാനം കിട്ടത്തില്ല എന്ന്. അങ്ങനെ വന്നപ്പോഴത്തേ കാരണം അവൾക്ക് അവളുടെ ഫ്രീഡം കിട്ടില്ല, അതുകൊണ്ട് തന്നെ കല്യാണം വേണ്ടാന്ന് വെച്ചു. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ വീട്ടുകാരൊന്ന് ആലോചിക്കണമായിരുന്നു. അത്യാവശ്യം ഏജ് ഉണ്ടെങ്കിൽ, ആ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ആ കുട്ടി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ ഈ കോളേജിൽ പഠിക്കുമ്പോഴേ പിള്ളേരെ പിടിച്ച് കെട്ടിക്കാൻ നിൽക്കുന്ന മാതാപിതാക്കൾ? എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്തിനാ? അവരവരുടെ സന്തോഷത്തിൽ അവർ ആഘോഷിക്കട്ടെ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും. അതിനുശേഷം കല്യാണം കഴിക്കൂ, അല്ലെങ്കിൽ കല്യാണം ഒരു ചെറുക്കനെ കണ്ടുപിടിക്കൂ. അപ്പോഴത്തേക്ക് അവരുടെ കോളേജ് ലൈഫ് ആകുമ്പോൾ എന്താ, ഇപ്പം സ്ത്രീ പുരുഷ ഭേദമന്യം ഒന്നും ഇല്ലാതെ എല്ലാവർക്കും സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിരിക്കും. അവരങ്ങനെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യിക്കും. ഇത് വീട്ടുകാരെ നമ്മൾ കുറ്റം പറയണം ഈ ഒരു കാര്യത്തിൽ. ആ പയ്യൻ കാണിച്ചത് തെണ്ടിത്തരം. അവനില്ല, അവന് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നേരെ പോയി ഈ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമൊന്നും അവനില്ല. മനസ്സിലായില്ലേ? അവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അവന് പോകാമായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവനാ കാണിച്ചതിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തിന്
ഒരു കല്യാണമൊക്കെ അവൾ ആഘോഷിച്ച് നടക്കട്ടെ. ഒരു വേറൊരാളുടെ കുടുംബത്തിലേക്ക് പോകേണ്ടതല്ലേ ആ പെൺകുട്ടി. അപ്പൊ അയാൾക്കൊരു ഒരു ഒരു എന്താണ് ഒരു കാഴ്ചപ്പാട് കാണില്ല, എൻ്റെ വൈഫ് ഇങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പം ആ ഒരു സാഹചര്യത്തിലല്ല കുട്ടി നിൽക്കുന്നത്. അവള് കോളേജിലാണ്, അവൾ ആഘോഷിക്കുന്ന സമയമാണ്. അവളെ അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു ഈ കല്യാണ നിശ്ചയം അതും ഇതുമെല്ലാം. പിന്നെ പ്രണയത്തിലാണ് എന്ന് പറയുന്നുണ്ട്, അവരെ പ്രണയത്തിലാക്കി തന്നെ വിടണമായിരുന്നു. അതാകുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രണയബന്ധം വെട്ടിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയതിനെ. മനസ്സിലായില്ലേ? ഇതിപ്പം കല്യാണവും ഉറപ്പിച്ചു, അതിനുശേഷം അത് വേണ്ടാന്ന് വെക്കുന്നു. ചിലപ്പോൾ അവൻ അതൊക്കെ ട്രിഗർ ആയി കാണും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രണയത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഇവള് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ അപ്പോഴും ഇവനിത് കാണിച്ചേ, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കല്യാണം ചിലപ്പോൾ ഞാൻ അതാ പറയുന്നത്, എൻഗേജ്മെന്റും എല്ലാം അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ല, കല്യാണ നിശ്ചയവും പരിപാടിയെല്ലാം വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചു. അതിനുശേഷം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അതെന്തായാലും മനസ്സിൽ കാണും അവൻ്റെ കയ്യിൽ. പിന്നെ ഇതൊന്നും കൂടാതെ വേറൊരു കാരണം ഞാൻ അറിഞ്ഞു, നേരത്തെ പറഞ്ഞ കണക്ക്, അതും കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, ഇതൊന്ന് കേട്ടോ. ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അശ്വിക തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച അത് തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസായി സൂക്ഷിക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ട് പ്രവീൺ കുമാർ രോഷാകുലനായി. തുടർന്ന് പ്രവീൺ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി വാക്കുതർക്കത്തിലേർപ്പെട്ടു. തർക്കത്തിനൊടുവിൽ പേനാക്കത്തി ഉപയോഗിച്ച് പ്രവീൺ അശ്വികയുടെ കഴുത്തിൽ കുത്തി. പേനാക്കത്തി പൊട്ടിയപ്പോൾ അടുക്കളയിൽ നിന്നെടുത്ത കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ 3 ഇടങ്ങളിലായി കുത്തി. തുടർന്ന് പ്രതി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഉച്ചയ്ക്ക് 12:30 വീട്ടിൽ തിരിച്ചെത്തിയ അശ്വികയുടെ പിതാവ് കണ്ണൻ രക്തം വാർന്ന അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെയാണ് കണ്ടത്. ഉടൻ തന്നെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രവീണിനെ റിമാൻഡ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു, ഒരിക്കലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തെന്ന് ആരും വിചാരിക്കരുത്. ഒരിക്കലും അവനായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അവനെ കാണിച്ചതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. എങ്കിലും വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം കേട്ടത് എന്താണ്? അതായത് ആ പെൺകുട്ടി തലേ ദിവസം നമ്മൾ ആദ്യമേ ഈ വാർത്ത തുടങ്ങിയപ്പോൾ ഫസ്റ്റ് കേട്ടത് എന്തായിരുന്നു? സുഹൃത്തുക്കളുമായിട്ടുള്ള ഫോട്ടോ ഇട്ടു, അവനത് പൊളിഞ്ഞു, അടുത്ത ദിവസം വീട്ടിൽ കയറി തീർത്തു എന്നുള്ളത്. ഇപ്പൊ കേൾക്കുന്നത് എന്താണ്? അതായത് തലേ ദിവസം അവള് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പോടുകൂടി ഒരു ആനിമേറ്റഡ് ഫോട്ടോ ഇവന്റെ എടുത്തിടുന്നു, കൂടാതെ അത് വാട്സപ്പിലും ഇടുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതൊരു അടിക്കുറിപ്പോട് കൂടി ഇവനെ ചൊറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവൻ കാരണം എന്നുള്ള രീതിയിൽ, മനസ്സിലായല്ലോ എങ്ങനത്തെയെന്ന്. അപ്പൊ ഈ ഒരു സാധനം ഇടുന്നു. ഇത് കണ്ട് ട്രിഗറായി ഇവൻ പോയി. മനസ്സിലായോ? അപ്പം ഈ ഒരു പരിപാടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ് സത്യമെങ്കിൽ അവനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അവിടെ വേറൊരു വ്യക്തിയുടെ ഫോട്ടോ, അത് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും, ഇമേജോ വോട്ടെവർ, വേറൊരാളുടെ ഇമേജ് വെച്ച് ഇങ്ങനെ ഒരു കുറിപ്പടി എഴുതി ഇടുമ്പോൾ അത് അപ്പുറം നിൽക്കുന്ന ആൾക്ക് ട്രിഗർ ആവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ആർക്കാണെങ്കിലും ട്രിഗർ ആവില്ലേ? അതിൻ്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ ഇവളുടെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി ആ സമയത്ത് ഇവൻ തീർത്തതായി. അവൻ ആ ചെയ്തതിനെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു രീതിയിലും ന്യായീകരിക്കില്ല. ഇവൻ അവൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേ പൊടി തട്ടി പോകണ്ടായിരുന്നു. ഇവളുടെ പുറകെ വീണ്ടും ചൊറിഞ്ഞോണ്ടി വന്നപ്പോഴാണ് അവൾ ചിലപ്പം ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആ സാധനം ഇട്ട് കൊടുത്തത് അങ്ങോട്ട്. മനസ്സിലായില്ലേ? പക്ഷെ അതൊന്നും ചെയ്യാതെ അവൾ പോലീസ് പരമായി നേരെ പോലീസുകാരെ കണ്ട് കാര്യം പറഞ്ഞ് അങ്ങനെ പോകണമായിരുന്നു. നേരെ മറിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടൊരാളുടെ ഫോട്ടോ ഒക്കെ ഇട്ട് എഴുതി നാറ്റിക്കുക എന്ന് പറയുന്നത്, അതിനോടും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, അതിനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ കാരണക്കാര് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളാണ്. ആ പെണ്ണും ഈ ചെറുക്കനും, ഇവനാണ് ഏറ്റവും വലിയ കാരണക്കാരൻ. അത് വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരാളെ തീർക്കുക എന്ന് പറയുന്നതിനോട് ഒരു രീതിയിലും അവനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ രണ്ടുപേരും കുറ്റക്കാര്. പിന്നെ ഈ പെണ്ണിന്റെ വീട്ടുകാർ, ഞാൻ അവരെയും പറയും. പിള്ളേർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവർ പഠിക്കട്ടെ. ആ സമയത്ത് അവർക്ക് പ്രണയങ്ങൾ കാണും. അത് കൂടുതലായിട്ട് ടേക്ക് ഓവർ ചെയ്യണ്ട. പഠിത്തം എല്ലാം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വെച്ചേക്കുക. അല്ലാതെ അപ്പോഴേ പിടിച്ച് എൻഗേജ്മെന്റും പരിപാടി അല്ലെങ്കിൽ പറഞ്ഞുറപ്പിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം പിള്ളേരാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് 10-19 വയസ്സുള്ള പെങ്കൊച്ച്, അവൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു 10-21 വയസ്സാകുമ്പോൾ മെച്ചൂർ ആകുമ്പോൾ അവൾക്ക് ഇതൊന്നും വേണ്ടാന്ന് വെക്കൂടെ. അപ്പൊ എന്തിനാ വെറുതെ ഇതിനകത്തോട്ട് വീട്ടുകാർ പോയി തല വെക്കുന്നത്? വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ അതേ പറയുള്ളൂ. ഒന്ന് പക്വതയാവട്ടെ, അത്യാവശ്യം മെച്ചോർഡ് ആവട്ടെ. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻഗേജ്മെന്റ് കഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ വഴക്കുണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം ഇതാണ്. പെൺകുട്ടിക്ക് ചിലപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാണും. ഉടനെ മറ്റോ വന്നിട്ട് പറയും അങ്ങനെ പോരുത് ഇങ്ങനെ പോരുത്. അപ്പോഴായിരിക്കും വഴക്ക് പൊട്ടാൻ പോകുന്നത്. എന്തിനാ വെറുതെ ഇതിനകത്തോട്ട് കുടുംബക്കാരും കൂടെ വീട്ടുകാരും കൂടെ പോയി തലവെക്കുന്നത്? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കാം. നിങ്ങൾ താഴെ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് and stay weird.